ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 64 ദിവസത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വന്നാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് എന്തായാലും ഒരു നല്ല ടാസ്ക് ആണ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. PR ബലത്തിൽ ഹൗസിൽ നിലനിന്ന് പോകുന്നവരും എന്നാൽ PR അല്ലാതെ നിൽക്കുന്നവരും എന്നുള്ളൊരു രീതിയിലുള്ളൊരു ടാസ്ക് ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിക്ക കണ്ടസ്റ്റൻസും പുറത്ത് PR ക്യാഷ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളായിട്ട് അനുമോളിനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് അനുമോൾ പലരോടായിട്ട് ഹൗസിലുള്ളവരോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അവര് അനുമോളെ തന്നെ പറയാൻ കാരണം. ഒട്ടും PR ഏൽപ്പിക്കാതെ അവിടെ നിലനിന്ന് പോകുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത് നെവിനെയാണെന്ന് ചില കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാസ്ക് മനഃപൂർവ്വം ബിഗ് ബോസ് കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. പുറത്ത് PR തമ്മിലുള്ള പോരാട്ടം ബിഗ് ബോസും കാണുന്നുണ്ടാകുമല്ലോ. സോ ഇത് TV എല്ലാവരും, അതായത് ജനങ്ങളിൽ മൊത്തം ഇതൊന്ന് കാണണം എന്നുള്ളൊരു ഇതോടുകൂടി തന്നെയാണ് ബിഗ് ബോസ് ആ ഒരു ടാസ്ക് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നിയത്. PR ഇറക്കിപ്പോയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അതുപോലെ തന്നെ PR ആയിട്ട് നിൽക്കുന്നവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കണ്ട PR വെച്ചിട്ട് എത്രത്തോളം നമുക്ക് എന്താ പറയാ ജെനുവിനായിട്ട് നിൽക്കാൻ പറ്റും. അത് മാത്രമല്ല, പൊട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് സോ കോൾഡ് PR എനിക്ക് ഈ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. PR കാര്യത്തെ പറ്റി അവിടെ ഒരു സംസാരം വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, അനുമോൾ കൂടെ എല്ലാവരോടും അത് ക്ലാരിഫൈ ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നിയായിരുന്നു. വേറൊന്നുമല്ല, അനു PR കൊടുത്ത ക്യാഷിന്റെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സംസാരമൊക്കെ വീട്ടിൽ പിന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നോമിനേഷനിൽ മിക്കവരും നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയൊക്കെ ആയിരുന്നു. കാരണം കഴിഞ്ഞ ഡേയിൽ നടന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ആ ഒരൊറ്റ കാരണമാണ് ഷാനവാസിനെ മെയിനായിട്ട് അവർ നോമിനേറ്റ് ചെയ്യാൻ കാരണം. അതോടൊപ്പം തന്നെ ഇന്ന് ഷാനവാസിന് നോമിനേഷൻ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടിയപ്പം ആ ഒരു കാർഡ് ഉണ്ടല്ലോ, ജെൻഡർ കാർഡ്, ആ കാർഡ് അങ്ങോട്ട് വലിച്ചു കീറി വിട്ടിട്ടുണ്ട് ഷാനവാസ്. കഴിഞ്ഞ ദിവസം നടന്ന ബിന്നി ഷാനവാസ് വിഷയത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിന്നി അല്ലേ ജെൻഡർ കാർഡ് യൂസ് ആക്കിയത് എന്നുള്ളത്. ആ ഒരു കാര്യം നോമിനേഷൻ ചെയ്ത സമയത്ത് ഷാനവാസ് അങ്ങ് വെളിപ്പെടുത്തുന്നുണ്ട്, എന്നിട്ട് ആ ഒരു കാർഡ് അങ്ങോട്ട് കീറിക്കളയുന്നുമുണ്ട്. ആ ഒരു കാര്യം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നോമിനേഷനിലേക്ക് ബിന്നി, ഷാനവാസ്, അനീഷ്, അതുപോലെ തന്നെ അക്ബർ, അനുമോള്, ലക്ഷ്മി, സാബുമാൻ, നെവിൻ എന്നിവരാണ് വന്നിട്ടുള്ളത്. ഈ വീക്കിലെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആദിലയും പിന്നെ എങ്ങനെയോ നൂറയും അതുപോലെ തന്നെ ആര്യനും ഈ ഒരു നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് BB ഡാൻസ് മാരത്തോൺ ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള സീസണുകളിലും ഈ ഒരു സെയിം ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൽ തന്നെ. എല്ലാ കണ്ടസ്റ്റൻസിന്റെ കയ്യിലും 10 കോയിൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും പെർഫോമൻസിന്റെ ബേസിൽ ഇഷ്ടമുള്ള അത്രയും കോയിൻസ് അവർക്ക് കൊടുക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ കോയിൻസ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്കായിരിക്കും ഇതുകൊണ്ടുള്ളൊരു ഗുണം ഉണ്ടാവുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ്, സാബുമാൻ, അതുപോലെ തന്നെ ആര്യൻ, ലക്ഷ്മി, അതുപോലെ തന്നെ നൂറ, ഇത്രയും പേരുടെ പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും തന്നെ നല്ല രീതിയിലായിരുന്നു പെർഫോമൻസ് ചെയ്തത്. അബുമാൻ പക്ക ഭൂതത്തിനെ പോലെ തന്നെയായിരുന്നു, അതായത് പട്ടണത്തിൽ ഭൂതത്തിന്റെ ആ ഒരു ശബ്ദവും മിമിക്കും ഒക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് സാബുമാന്റെ ആ ഒരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കരുതി ബാക്കിയാരും മോശം എന്നല്ല, സാബുമാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ കാഴ്ചവെച്ച പോലെ എനിക്ക് തോന്നി. കാരണം ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ സാബുമാൻ ഭയങ്കര ആക്റ്റീവാണല്ലോ. എപ്പിസോഡിലല്ലാത്ത ലൈവിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഈ പറയുന്ന ബാക്കിയുള്ളവരുടെയൊക്കെ പെർഫോമൻസ് മാത്രമല്ല, അവരുടെ ആ ഒരു അവരുമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള രീതി ഉണ്ടല്ലോ, ആ ഒരു സംഭവമൊക്കെ നല്ല രീതിയിൽ അവരൊക്കെ പെർഫോം ചെയ്തിരുന്നു എന്നുള്ളത് പല ചാനലുകളിലും റിവ്യൂ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ലൈവ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഇവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ലൈവ് മിസ്സാക്കിയല്ലോ എന്നോർത്തിട്ട് എനിക്കൊരു സങ്കടം വന്നായിരുന്നു. ഇന്നത്തെ ടാസ്ക് എന്തായാലും അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കി തന്നെയാണ് നാളെയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ എന്തായാലും ലൈവ് കാണാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീഡിയോയുമായി വീണ്ടും കാണാം.